ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന് കേരളത്തിന്റെ അന്ത്യാഞ്ജലി. തിരുവനന്തപുരത്തെ AKG പഠനകേന്ദ്രത്തിൽ പൊതുദർശനത്തിന് വെച്ച VSന്റെ മൃതദേഹത്തിൽ അന്തിമോപചാരമർപ്പിക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത്. നാളെ രാവിലെ 9 മണി മുതൽ ദർബാർ ഹാളിലും പൊതുദർശനമുണ്ടാകും. സംസ്കാരം ബുധനാഴ്ച ആലപ്പുഴയിൽ നടക്കും. VSനോടുള്ള ആദരസൂചകമായി 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. കേരളത്തിൽ നാളെ പൊതു അവധിയായിരിക്കും. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ അനുശോചിച്ചു. മന്ത്രിമാർ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തുടങ്ങിയവരും അനുശോചനം രേഖപ്പെടുത്തി. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK ആന്റണി VSന് അന്തിമോപചാരം അർപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നിര്യാണത്തെ തുടർന്ന് പൊതു അവധി പ്രഖ്യാപിച്ചതിനാൽ കേരള സർവകലാശാല നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നാളെ KSEB കാര്യാലയങ്ങളിൽ ക്യാഷ് കൌണ്ടറുകൾ പ്രവർത്തിക്കുന്നതല്ല. റേഷൻ കടകൾക്കും നാളെ അവധിയായിരിക്കും. നാളെ ബാങ്കുകൾക്കും അവധി. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് പ്രതിപക്ഷ ബഹളം. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭയിൽ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. പഹൽഗാം ഭീകരാക്രമണത്തിലും അഹമ്മദാബാദ് വിമാനാപകടത്തിലും കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് പാർലമെന്റിൽ ഇന്ന് നടപടികൾ ആരംഭിച്ചത്. LPG ഏജൻസി ഡീലർഷിപ്പിനും വിതരണത്തിനും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അനുമതിപത്രം നൽകിയ തരത്തിൽ പ്രചരിക്കുന്ന കത്ത് കേന്ദ്ര സർക്കാർ തള്ളി. അനുമതിപത്രം വ്യാജമാണെന്നും വിശ്വാസയോഗ്യമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കണമെന്നും PIB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. ഓണക്കാലത്ത് അരിയും വെളിച്ചെണ്ണയും പരമാവധി വിലക്കുറവിൽ സുലഭമായി ലഭ്യമാക്കുന്നതിന് സപ്ലൈകോ ക്രമീകരണം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി GR അനിൽ. സപ്ലൈകോ വിൽപ്പനശാലകളിൽ സബ്സിഡി സാധനങ്ങളടക്കം ലഭ്യമാണ്. അരി സംഭരിക്കുന്നതിന് സംബന്ധിച്ച് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി നേരിട്ട് ചർച്ച നടത്തിയെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ 14 ജില്ലാ പഞ്ചായത്തുകളിലെ വാർഡുകൾ പുനർവിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അഭിപ്രായങ്ങളും പരാതികളും ഈ മാസം 26 വരെ അറിയിക്കാവുന്നതാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ ജില്ലാ കളക്ടർക്കോ നേരിട്ടോ പരാതികൾ നൽകാം. സ്വകാര്യ ബസ്സുടമകൾ നാളെ മുതൽ നടത്താനിരുന്ന അനിശ്ചിതകാല പണിമുടക്ക് മാറ്റിവെച്ചു. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറുമായി സംയുക്ത സമിതി ഭാരവാഹികൾ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധന സംബന്ധിച്ച് ഈ മാസം 29-ന് വീണ്ടും ചർച്ചയുണ്ടാകും. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒഴികെ മറ്റെല്ലായിടത്തും നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 25 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഹരിയാനയുടെ 19ാമത് ഗവർണറായി ആഷിം കുമാർ ഘോഷ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പഞ്ചാബ് ഗവർണറും ചണ്ഡിഗഡ് അഡ്മിനിസ്ട്രേറ്ററുമായ ഗുലാബ് ചന്ദ് കടാരിയ, ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 2006-ലെ മുംബൈ ട്രെയിൻ സ്ഫോടന കേസിൽ പ്രതി ചേർത്തിരുന്ന 12 പേരെ ബോംബെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കി. കുറ്റകൃത്യത്തിൽ ഇവരുടെ പങ്ക് കൃത്യമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതായി കോടതി ചൂണ്ടിക്കാട്ടി. 2006 ജൂലൈ 11-ന് നടന്ന സ്ഫോടനങ്ങളിൽ 180-ലധികം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജമ്മുകാശ്മീരിൽ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന പഴയ പാതയിലുണ്ടായ ശക്തമായ മണ്ണിടിച്ചിലിൽ ഒരു തീർത്ഥാടകൻ മരിച്ചു. 9 പേർക്ക് പരിക്കേറ്റു. ശക്തമായ മഴയിലും മണ്ണിടിച്ചിലിലും ബുക്കിംഗ് ഓഫീസ് തകർന്നിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അപകടത്തെ തുടർന്ന് തീർത്ഥാടന യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചു. യമനിലെ ഹൊദൈദ തുറമുഖം ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. ഹൂതികൾ സൈനിക ആവശ്യങ്ങൾക്കായി തുറമുഖം ഉപയോഗിക്കുന്നുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. തുറമുഖത്ത് ഹൂതികളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. 1200 കോടി രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രാംപ്രസ്ഥ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിലെ 2 പ്രൊമോട്ടർമാരെ ED അറസ്റ്റ് ചെയ്തു. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം ഗ്രൂപ്പിന്റെ ഡൽഹിയിലെയും ഗുരുഗ്രാമിലെയും സ്ഥാപനങ്ങളിലും വസതിയിലും ED റെയ്ഡ് നടത്തി. വീട് വാങ്ങുന്നവരിൽ നിന്ന് ഏകദേശം 1200 കോടി രൂപയാണ് കമ്പനി പിരിച്ചെടുത്തതെന്ന് ED അറിയിച്ചു. യുക്രൈൻ റഷ്യയ്ക്ക് മേൽ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് മോസ്കോയിലെ പ്രധാന വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചിട്ടു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.